ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും പ്രായമായവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ മുഖ സൗന്ദര്യത്തിനും ഫേസിൽ വരുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ് എന്നിവയ്ക്ക് വേണ്ടി ഒരു പരിഹാര മാർഗവും നമ്മുടെ ഉദര രോഗങ്ങൾക്കും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കും നീർക്കെട്ടിനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്നതിനും ഹെയർ നല്ലപോലെ വളരുന്നതിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലധികം കണ്ടുവന്നിട്ടില്ല. എന്നാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള തനി നാടൻ റോസാപ്പൂവാണ്. നമ്മുടെ വീടുകളിലുള്ള റോസാപ്പൂവാണെങ്കിൽ അതിൽ കീടങ്ങളൊന്നും ഇല്ലാന്ന് നോക്കി അത് നല്ലപോലെ കഴുകി നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കണം. ഒട്ടും ജലാംശം തന്നെ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ മിക്സിയുടെ ജാറിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ രീതിയിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവറും മിക്സിയുടെ ജാറിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. ഇത് വല്ലാണ്ട് പൊടിയൊന്നും ആയിട്ടില്ല, ഒന്ന് ചെറിയ ചെറിയ പീസാക്കി വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന റോസാപ്പൂവിൻ്റെ ഗ്രാം അനുസരിച്ചിട്ട് അത്രയും തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 250 ഗ്രാം പെറ്റൽസാണ് നമ്മുടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 250 ഗ്രാം പഞ്ചസാര തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ചൂടാക്കിയാൽ മതി. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. പിന്നെ ഇതിന് ഒരു ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു നുള്ളി ഏലക്കാപ്പൊടിയോ വേണമെങ്കിൽ ഗ്രാമ്പോ അതുപോലെ ജീരകം വേണമെങ്കിൽ പൊടിച്ചതും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഏലക്കാപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. റോസാപ്പൂവും അതുപോലെ പഞ്ചസാരയും മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. പഞ്ചസാര ഓവറായിട്ട് ഹീറ്റായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി മിഠായിയുടെ പോലെ അത്രയും ഹാർഡായിട്ട് വരും. പിന്നെ നമ്മളൊരു ഇടിക്കൽ വെച്ച് കുത്തി പൊടിച്ച് മിക്സർ ജാറിൽ ഇട്ടൊക്കെ പൊടിച്ചിട്ട് വേണം കഴിക്കേണ്ടി വരാൻ. ഇതാകുമ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ചൂടാക്കി തീ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്പൂണുക്ക് വാരി കഴിക്കാവുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഇതൊരു ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ ചില്ല് കുപ്പിയിൽ നമ്മുടെ ഈ ഒരു റോസ് പെറ്റൽസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ലെയർ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ റോസ് പെറ്റൽസ് കിട്ടുന്നതിനനുസരിച്ച് ലെയറായിട്ട് ചില്ല് കുപ്പിയിൽ ഇട്ട് കൊടുക്കുക. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ 1 മാസക്കാലം നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് വീടിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാം. 1 മാസം കഴിയുമ്പോൾ നമുക്കിത് ഓരോ സ്പൂൺ വീതം കാലത്തും വൈകുന്നേരം കഴിക്കാവുന്നതാണ്. അങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള രീതി. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഹീറ്റാക്കി ഒരു 2 സെക്കൻഡ് മാത്രം ചൂടാക്കി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത് ഒരു ആഴ്ച നമുക്ക് വെയിലത്ത് വെച്ച് ചൂടാക്കാവുന്നതാണ്. ഇഷ്ടമായിട്ടുള്ള രീതിയിൽ കറക്റ്റായിട്ട് 1 മാസക്കാലം വെയിലത്ത് വെച്ച് റെഡിയാക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കിയത് ഗുൽഗണ്ട് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യൻസൊക്കെ ശേഷം ജീരകം ഒക്കെ എടുത്ത് നമ്മൾ കഴിക്കുന്നതിന് പകരം അവർ ഓരോ സ്പൂൺ കഴിക്കുന്നത് ഇതാണ്. അപ്പോൾ നമുക്കും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. കുട്ടികൾക്ക് പാലിൽ നമ്മൾ ഹോർലിക്സ് ഒക്കെ കലക്കി കൊടുക്കുന്നതിന് പകരം ഇത് ഓരോ സ്പൂണിട്ട് കലക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൂവിൻ്റെ പെറ്റൽസ് അരച്ച് മുഖത്തിടുന്നത് മുഖചർമ്മത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. കുട്ടികളിലൊക്കെ മലബന്ധം മാറ്റാനും നമ്മുടെ ഡൈജഷനൊക്കെ കറക്റ്റാക്കാനും ഇത് വളരെ നല്ലതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ എടുത്തിട്ട് ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ പഞ്ചസാരയും ചേർത്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.